ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. പുഷ്പ 2 ലോകം ഭരിക്കുന്നു എന്ന് തന്നെ പറയാം. റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് പുഷ്പ 2. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് ഇടിച്ച് കയറി വാ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് 3-ാം ദിവസത്തെ ഫൈനൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കളക്ഷനാണ്. അതായത് ഒരു ഘട്ടത്തിൽ 1,89,00,000 രൂപയോളമായിരിക്കും ട്രാക്കേഴ്സ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് അവർ തന്നെ പറഞ്ഞത്. പക്ഷേ അതിന് മുകളിലേക്കുള്ള ഒരു കളക്ഷൻ വന്നിരിക്കുകയാണ്. 1,92,00,000 രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം 1,345 ഷോകളിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നും മികച്ച ഓക്യുപ്പൻസിയോടുകൂടി 30%, ഇന്നലത്തെ അതേ രീതിയിൽ തന്നെ വരുന്നു. ചെറിയ ഒരു ഇടിവ് മാത്രമാണ് കളക്ഷനകത്തിൽ നമുക്ക് കാണാനുള്ളത്. എന്തായാലും 3 ദിവസം കൊണ്ട് 11 കോടിയോളമാണ് കേരള കളക്ഷൻ വന്നിരിക്കുന്നത്. കട്ട നെഗറ്റീവ് റിവ്യൂ വന്നിട്ട് ഇവിടെ ഇപ്പോൾ തീ പടരുന്ന ലെവലിലാണ്. അതായത് നാളെ ഞായറാഴ്ച തീർച്ചയായിട്ടും ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ 2.5 കോടിക്ക് മുകളിലുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണെങ്കിലും മികച്ച രീതിയിലാണ് ആദ്യ ദിനം 6,10,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നതെങ്കിൽ 2-ാം ദിവസം 2.5 കോടിയും 3-ാം ദിവസം 2,45,00,000 രൂപയ്ക്ക് മുകളിലുമാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇതൊരു തീ തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 650 കോടിക്ക് മുകളിൽ, 650 കോടിക്കും 675 കോടിക്കും ഇടയിലായിരിക്കും 3 ദിവസത്തെ കളക്ഷൻ എന്നുള്ളതാണ്. എന്താണ് ഹിന്ദി ബെൽറ്റിൽ ഇന്നും 50 കോടി കടക്കും എന്നുള്ളതാണ്. അതായത് 3 ദിവസം കൊണ്ട് ഹിന്ദി നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ നിന്ന് 180 കോടിയിലേക്ക് സിനിമ എത്തിപ്പെടും. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് 25 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈൽഡ് ഫയർ ആയിട്ടാണ് പുഷ്പ നിൽക്കുന്നത്. അതായത് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ്, ഇനി എന്തെങ്കിലും തീർക്കാനുണ്ടോ എന്നുള്ളതാണ്. ഇനി 1000 കോടിയുടെ കണക്കുകൾ മാത്രമേ ഇനിയും നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാനുള്ളൂ. റെക്കോർഡുകളിൽ റെക്കോർഡിട്ട് തന്നെയാണ് പുഷ്പ മുന്നോട്ട് പോകുന്നത്. സിനിമ എത്ര പേർ കണ്ടു? നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. വിദേശത്തിരുന്ന് സിനിമ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എന്തായാലും നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ GCCയിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ തന്നെയായിരുന്നു ഇന്ന് എന്നുള്ളതാണ്. അതേപോലെ തന്നെ US-ലൊക്കെ തീപ്പൊരി കളക്ഷനും അതേപോലെ തന്നെ അമ്മാതിരി തിരക്കുമാണ് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഒരു ചോദ്യം കൂടെ, ഇന്ന് ഞായറാഴ്ച 300 കോടി തൂക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.